ഇതിപ്പോൾ വന്നു വന്ന് ചിലർക്ക് ചില ആളുകളുടെ വില മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞാനായിരുന്നെങ്കിൽ വില മനസ്സിലാക്കി പൊന്നുപോലെ നോക്കിയേനെ. മീര $50,000 डिपॉजिट लगेगा और महीने का 4,000 भाड़ा। भाड़ा तो ठीक है लेकिन डिपॉजिट थोड़ा कम करो ना। ऑनर कम करने को तैयार नहीं है ना, अपने हाथ में थोड़ी ना है सेठ। सेठ ആ വിളിക്കൊരു സുഖമുണ്ടല്ലേ? आप कैसे हो अपू सेठ? ഇനി നമ്മുടെ മൊബൈൽ വേൾഡിന് ഒരു പെയിന്റ് കൂടി അടിച്ച സംഗതി ക്ലീൻ. ബേബി പിങ്ക് ആയാലോ? വേണ്ടല്ലേ? ओए बिल ले गया। सर सेठ ने बिल देने को मना किया। तेरा सेठ ऐसा बहुत कुछ बोलेगा, तू बिल ले गया। लेकिन चल चल फटाफट। ओके सर. ചേട്ടാ നമ്മൾ ഏതായാലും ദാദർ വഴിയല്ലേ പോകുന്നേ? നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയാലോ? എന്തിന്? ഇത് ഇത്രയും പോരെ നിനക്ക്? എനിക്കല്ല, മാലതി ചേച്ചി ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞതാ. പിന്നെ വയസ്സായ കാലത്തല്ലേ അവർക്ക്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുമ്പോഴാ ചേട്ടനി കുഴപ്പം. രാജൻ ഭായ് എന്ന് വിളിച്ച് സങ്കടം പറഞ്ഞ് ഓരോരുത്തരും വരുമ്പോ വാരിക്കോരി. हाँ बोल. हाँ मैं देखता हूँ. ചേട്ടാ ഞാൻ പറഞ്ഞത്. एक मिनट प्लीज. ए, राजन भाई चुप. हेलो हाँ भाई. कहाँ है तू? एक काम कर. ए, राजन भाई का फोन है. साकिना का पहुंचना है अभी. चल 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 जल्दी कर. अरे कहाँ जा रहे हो? ये ले रख जा. चल जल्दी कर. ഞാൻ ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പു വന്നാൽ അകത്തേറി ഇരിക്കാൻ പറയൂ. क्या रे बुढ़ाऊ, तेरे को समझा था ना मैटर इधर सलटाने के लिए. किसके पास मेरी कंप्लेंट लेके गया था? क्या उखाड़ लेगा वो मेरा? हाँ तू जानना चाहता है ना तेरी बेटी कैसे मरी? एक काम कर, तू उसी से जाके पूछ. कंप्लेंट करेगा. लगता राड़ा हो गया. चल निकलते हैं यहाँ से.
भाई वो हम नहीं, तुम लोगों की गलती नहीं है, मैं ही गलत था। വാ വാ. എങ്ങനെയുണ്ട് മുറിവൊക്കെ? ഉണങ്ങിയോ? ഇവരല്ലേ പിള്ളച്ച? ആ പാവം പിള്ളച്ചേട്ടനെ സാറായിരുന്നു അത് ചെയ്യിച്ചത്. ഇങ്ങനെ നടു റോട്ടിലിട്ട് കൊല്ലാൻ മാത്രം എന്ത് ദ്രോഹ സാറേ ആ പാവം നിങ്ങളോട് ചെയ്തത്? ഇനി ഇതിനും നിങ്ങൾക്ക് എന്തെങ്കിലും കഥ പറയാനുണ്ടോ? പിള്ളയെ നിങ്ങൾക്കെങ്ങനെ അറിയാം? ഞങ്ങൾക്ക് ദൈവത്തെ പോലെ തന്നെയായിരുന്നു പിള്ളച്ചേട്ടൻ. മറ്റൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിച്ചിരുന്ന നല്ലൊരു മനുഷ്യൻ. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം അരിമണി സൂക്ഷിച്ചു വെക്കുന്നത് പോലെ ഞങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച ഒരാൾ. ഞാനത് ചെയ്യിച്ചെന്ന് നിങ്ങൾ കരുതി. പക്ഷേ നിങ്ങൾ കണ്ടതും മനസ്സിലാക്കിയതും അല്ല വാസ്തവം. എന്ത് നടക്കരുതെന്ന് കരുതി ഞാൻ എൻ്റെ കരുക്കൾ നീക്കിയോ അത് നടക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പിള്ള എന്നെ കാണാൻ വന്നിരുന്നു. സഹായത്തിനോ സഹതാപത്തിനോ വേണ്ടിയല്ല പിള്ള വന്നത്. അയാളുടെ മകളുടെ മരണത്തിന് പിന്നിൽ ആരാണെന്ന് പിള്ള എങ്ങനെയോ മനസ്സിലാക്കി. നിയമം നടപ്പിലാക്കേണ്ടവർക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ലെന്ന് അയാൾക്കുറപ്പായിരുന്നു. പിള്ളയുടെ കുടുംബത്തെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടുചെന്നെത്തിച്ചവൻ എൻ്റെ പേര് പോലും ഉപയോഗിച്ച് അയാളെ ഭീഷണിപ്പെടുത്തിയതായി അയാൾ പറഞ്ഞു. സഹായമൊന്നും വേണ്ടെന്ന് പിള്ള ആവർത്തിച്ച് പറഞ്ഞിട്ടും എൻ്റെ ഒരു കണ്ണ് അയാളിൽ വേണമായിരുന്നു. എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയത് അവിടെയാണ്. പിള്ള എന്നെ കാണാൻ വന്നത് അവൻ എങ്ങനെയോ അറിഞ്ഞു. അതാ അവൻ അയാളെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന്. നിങ്ങൾ പറഞ്ഞ പോലെ അയാളൊരു പാവമായിരുന്നു. എനിക്ക് അയാളെ സഹായിക്കാനും കഴിഞ്ഞില്ല, അവനിൽ നിന്ന് രക്ഷിക്കാൻ. അപ്പോൾ അവൻ ആരാണെന്ന് ബായിക്കറിയാം. ഒരു തരത്തിൽ പറഞ്ഞ രാജൻ ബായ് പറഞ്ഞതിലും കാര്യമുണ്ടടാ. അവൻ്റെ ചേട്ടനുമായിട്ട് 10-30 കൊല്ലത്ത് അടുപ്പുണ്ട് ബായ്ക്ക്. അതുകൊണ്ടാവും ഇങ്ങനെ ഒരു കാര്യത്തിൽ ബായ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തതും. അല്ലെങ്കിൽ തന്നെ ബായ്ക്ക് അത് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ട്. അന്ന് തന്നെ കഞ്ചൂർ മാർഗിൽ വെച്ച് നമ്മൾ കണ്ടതല്ലേ, പട്ടാ പകൽ നടു റോട്ടിൽ എന്ത് കൂളായിട്ടാണ് ബായി. നമ്മളിൽ എന്തോ ഒരു വിശ്വാസമുണ്ട് ബായിക്ക്, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടില്ലായിരുന്നു. അത് ഉറപ്പാ. അവരുടെ ഇടയിൽ തന്നെ ഒരാളോട് ബായിക്ക് ഇത് ആവശ്യപ്പെടായിരുന്നില്ലേ? എവിടെയൊക്കെ ഓടി എന്തൊക്കെ ചെയ്തിട്ടാണ് നമ്മളെ ചിട്ടി ഇതുവരെ എത്തിച്ചത്. പിള്ളച്ചേട്ടനോടൊപ്പം എല്ലാം പോയി.
हम्म।